ഇതെന്താ മാത്യു ചേട്ടാ, തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. കുറച്ച് ശ്വാസം കൂടി ബാക്കിയുണ്ട്. സ്റ്റോക്ക് 2-3 ദിവസം കൂടി ബാക്കി ഉണ്ടായിരുന്നാണല്ലോ. അത് ഞാൻ എടുത്തങ്ങ് കുടിച്ച്. എന്തേ? സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. എടാ കള്ള നായിന്റെ മോനെ, നീ ഇന്ന് എത്ര മണിക്ക് വരാന്ന് പറഞ്ഞാ പോയെ? 6 മണിക്ക്. എന്നിട്ട് ഇപ്പൊ മണി എത്രയായി? ഇപ്പൊ മണി അയ്യോ, ഇത് നടക്കുന്നില്ല. ഒരു 8-8 കാണൂലേ? നിന്റെ ഒറ്റ ഒരുത്തന്റെ വാക്ക് കേട്ടാ തമിഴൻ ചക്കര ഞാൻ പൊങ്കൽ അയച്ചത്. ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞ വാക്കിന് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ 6 മണിക്കൂടെ വരേണ്ടതല്ലേ? ഇതിപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? ഞങ്ങളുടെ ഈ ബാത്റൂമിന്റെ ഡോർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കും. നമ്മളിത് അങ്ങനെ പുറത്തുനിന്ന് തുറക്കുന്നു, അകത്ത് കയറുന്നു, കഥപടയ്ക്കുന്നു, ലോക്ക് ചെയ്യുന്നു. ഡ്രസ്സൊക്കെ ഇങ്ങനെ ഊരി അഴിച്ച് കളഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് കുളി തുടങ്ങുന്നു. കുളിയൊക്കെ തുടങ്ങി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് സോപ്പൊക്കെ തേച്ചൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഡോർ തുറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. തള്ളി നോക്കുന്നു, പറ്റുന്നില്ല. ഇനിയിപ്പോ പുറത്തുനിന്ന് തുറക്കാൻ നോക്കിയാലോ, അതും പറ്റുന്നില്ല. അകത്തുനിന്ന് തുറക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നില്ല. സ്റ്റക്കായി പോയി. എന്റെയോ നിന്റെയോ തന്തയല്ല ഇതിന്റെ ഉടമസ്ഥൻ വിൽഫർഡ് ഡിസൂസ ആണോ? എന്റെ തന്തയല്ല എന്നുള്ളത് ഉറപ്പാ. പിന്നെ എന്റെ തന്തയാണെന്നോ? എടാ അങ്ങനെ ശമ്പളവും തന്ന് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ജോലി ചെയ്യാനാ. എന്നിട്ടാണ് സ്റ്റോക്ക് ഇല്ലാന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ച് മാത്യു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മാത്യൂസേ. ഇവനൊരു പാവമാണ്, മര്യാദക്കാരനാണ്, ആരോരും ഇല്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടയാക്കി തന്ന കള്ളൻ ജോസാട്ടുണ്ടല്ലോ, അയാൾ നോക്കിട്ട് വന്നോട്ടെ, ഞാൻ ചോദിച്ചോളാം. ഇതല്ലേ മാത്യു ചേട്ടാ 10 ഫുഡേവർ. कल मैं इससे बड़ा मछली लिया ना, कम था रेट. दूसरे गांव वाले चीटिंग करता है. वो कल था, आज का दिन मछली कम है. पतला देखो ना. അയാൾ പറയുന്നത് നേരാ മോളെ. ഇന്ന് വലക്കാർക്ക് മീൻ അധികം കിട്ടിയിട്ടില്ലാത്രേ. പപ്പ വാങ്ങാൻ പോകുമ്പോൾ മാത്രം എന്താ വലക്കാർക്ക് മീൻ കിട്ടാത്തെ? ഒരു ദിവസം എന്റെ കണ്ണ് തെറ്റിയാ മതി. ये तुम लेके जाओ, मेरे बाप पैसा दिया ना, वो पैसा वापस करो. अरे टाइम दोपहर को होने को आया ना, ये मछली लेके मैं किसको देने का? तुम किसको भी दे दो, हमको नहीं चाहिए. आपका बेटी को समझाओ ना बाबा. हाँ, इधर का सेट मैं हूँ, बाप नहीं. तुम लेके जाओ ना. ये बेटी को बोला था क्यों नहीं मालूम होता. आज पैसा ज्यादा लिया ना, कल एडजस्ट कर लेगा. അങ്ങനെ വഴിക്ക് വാ. എന്താണ് അയാളായിട്ട് പൊരിച്ചത്? എല്ലാ ദിവസവും ഞാനാ ഫിഷ് മാർക്കറ്റ് പോവാറ്. ഇന്ന് പപ്പയെ വിട്ടു. അവര് പറഞ്ഞ വിലക്ക് സാധനം വാങ്ങി ഇളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു പപ്പ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. ശരി, എന്തെങ്കിലും തിന്നെടുക്ക്, വിശക്കുന്നു. ഓക്കേ. അപ്പൊ താൻ ഇന്ന് ചോറ് ഉണ്ണുന്നില്ലേ? അയ്യോ, ഒന്നും പറയണ്ട അങ്കിൾ. ബാത്റൂമിന്റെ ഡോർ കേടായിട്ട് മാസം 1 ആയി. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്തുനിന്ന് തള്ളിയാലും തുറക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് തള്ളിയാലും തുറക്കാൻ പറ്റില്ല. സ്റ്റക്കാവും. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം മുഴുവൻ അതിനകത്ത് പോയി. എലിസബത്ത് എപ്പെത്തി? അല്ല, എലിസബത്ത് എപ്പെത്തിന്ന്? എന്റെ പപ്പയും അനിയത്തിയും കാണാൻ എനിക്ക് എപ്പോഴും വന്നൂടെ? എന്റെ ഇന്നത്തെ ദിവസമേ ശരിയല്ല. ഇന്നലെ രാത്രി ഫിലിപ്പ് കൊണ്ടുവന്ന് വിട്ടതാ. പുള്ളിക്കാരന്റെ ജോലി പോയത്ര. ടൈറ്റാനിക്കിന്റെ പടവുള്ള ബെനീനോട്ട് നെഞ്ചി മിരിച്ച് നടന്നപ്പോഴേ ഞാൻ കരുതിയതാ ഈ കപ്പൽ എന്തെങ്കിലും മുങ്ങുന്നു. ആട്ടെ, പോർട്ടൽ എക്സ്പീരിയൻസ് വെച്ച് വേറെ എവിടെയും ട്രൈ ചെയ്തൂടെ മൂപ്പർക്ക്? അത് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ പറ്റൂ. ഇതിപ്പോ 2 ചോയ്സാ. ഒന്നുകിൽ ഈ റെസ്റ്റോറന്റ് അയാളുടെ പേരിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനുള്ള കാശ്. പപ്പ എന്ത് പറഞ്ഞു? എന്തു പറയാൻ, പെനി അടിച്ച് വീർത്ത മുഖം വെച്ച് എന്നെ അങ്ങനെ നോക്കി. ഞാൻ വിട്ടുകൊടുക്കാനും പോണില്ല. സൂക്ഷിക്കണം കേട്ടോ, കുറെ അലവലാദികളുടെ മൂപ്പരുടെ കൂടെ. ഒന്നിനും മടിക്കാത്തവരാ. വരട്ടേന്ന്, എനിക്കുള്ള പേടി. കപ്പലിൽ ജോലിയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഫിലിപ്പൈൻസിൽ പോകുന്നൊക്കെ പറഞ്ഞ് വളച്ചപ്പോ അതിൽ വീണുപോയ എലിസബത്തിനെ പറഞ്ഞാ പോലെ. എനിക്ക് പറ്റിയ ഞാനങ്ങ് സഹിച്ചു. നീ എവിടെയും വീണുപോകാൻ സൂക്ഷിച്ചാ മതി. കണ്ണുകടിയാ. നമ്മൾ തമ്മിലിങ്ങനെ അടുത്ത് പെരുമാറുന്നതൊന്നും കണ്ടൂടാ. ഞാൻ എപ്പോഴും ഇയാളെ അച്ഛനെ കുറിച്ചൊക്കെ പറയും, അതൊന്നും ഇഷ്ടമല്ല. അതെന്തിനാ എപ്പോഴും എന്നെ അച്ഛനെ കുറിച്ച് പറയുന്നത്? ഇഷ്ടമുണ്ടായിട്ട്. Found a peanut, found a peanut just now. പോയോ? How is it? It's fine. I am not a professional photographer. This is a side business. Thank you. എത്ര കിട്ടിയടാ? ഇറ്റലിക്കാരായിരുന്നു. 1 മണിക്കൂർ ജോലി, രൂപ 300 പോക്കറ്റില്. ഒന്നും കൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഒരു 100 കൂടി വീണേനെ. പക്ഷെ കുഴപ്പമില്ല. അല്ല, നിനക്കെന്തിനാ ഈ പെട്രോൾ പമ്പിൽ ജോലി? ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ ഫോട്ടോ എടുത്ത് ചുമ്മാ നടന്നാ പോരെ? ഇത് കേട്ടാ തോന്നുന്നു എന്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ, ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ച ടൂറിസ്റ്റുകൾ മുഴുവൻ എന്റെ പിന്നാലെ നടക്കുകയെന്ന്. ഇതൊക്കെ ഗൈഡ് ക്ലീറ്റസിന്റെ ഔദാര്യം കൊണ്ട് വന്ന് വീഴുന്നതല്ലേ ചേട്ടാ? അതിനേക്കാൾ ഔദാര്യം കാണിക്കുന്നത് നിന്നോട് ഞാനാടാ പൊന്നു മോനെ. ഡിസൂസയുടെ ശമ്പളവും വാങ്ങി തന്നെ നിന്നെ പുറത്തു വിടുന്നത് ഞാനല്ലേ? വെറുതെ ഒന്നും അല്ലല്ലോ, നല്ല ഒന്നാന്തരം ഗോവൻ ഫെനി കുപ്പി കിടക്കണ ഒന്ന് ഒഴിച്ചു തന്നിട്ടല്ലേ? അയ്യോ, എന്താ മാർട്ടിൻ? ഇയാള് ജയിലിൽ അടിയോ?
ബൈ. ബൈ അങ്കിൾ. ഡാ, ആ പോയത് ആരാണെന്ന് അറിയാമോ നിനക്ക്? അറിയാം, മാറ്റൻ അങ്കിൾ. ഈ മാറ്റങ്ങൾ ആരാണെന്ന് അറിയാമോ എന്നാ ചോദിച്ചത്. അച്ഛൻ അറിയില്ലേ? കഴിഞ്ഞ മാസം പനാജി രണ്ടുപേരെ കുത്തിക്കൊന്ന ഈ മാറ്റൻ അങ്കിളാ. കുഞ്ഞി കഴുത്ത് നോക്കി ഒരൊറ്റ ഞെക്കിയെന്നുണ്ടല്ലോ. എന്നിട്ടാണോ അയാളുടെ ബൈക്കിന്റെ പുറകെ കയറി കറങ്ങുന്നത്? ഒരു പേടിയില്ലാതെ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്നെ അങ്ങള് വലിയ ഇഷ്ടാ. ഡാ, അധോലോകം എന്ന് കേട്ടിട്ടുണ്ടോ നീ? യെസ്, അണ്ടർവേൾഡ്. ഏയ്, അണ്ടർവേൾഡ്. ആ അണ്ടർവേൾഡിൽ ഒരു കുഞ്ഞി രാജാവാണ് പോയത്. കൊലപാതകം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അയക്കത് അതിങ്ങനെ തിത്തായി ഇതായി അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ എന്തിനാ അയാളുടെ വണ്ടി കയറി വന്നത്? സ്കൂൾ ബസ് കിട്ടിയില്ലേ? സ്കൂൾ ബസ്സൊക്കെ കിട്ടി. പിന്നെ വീട്ടിൽ കയറി ഇരുന്നാൽ മതിയായിരുന്നില്ലേ? പാലും ബിസ്ക്കറ്റൊക്കെ ഞാൻ ആ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വീട്ടിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ ഇന്നും കളഞ്ഞൂല്ലേ? അല്ല, എന്ത് കളഞ്ഞു നീ പറയുന്നേ? എന്റെ പൊന്നു മാത്യു സേട്ടാ, ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം എനിക്ക് ലോക്ക് വാങ്ങിക്കാൻ തികയുന്നില്ല. സ്കൂള് തുറന്ന പിന്നെ ഇവനിപ്പോ 5ാമത്തെ താക്കോല കളയുന്നു. നാലാമത്തെ, 5ാമത്തെ, നാലാമത്തെ, 5ാമത്തെ, നാലാമത്തെ, ദേ, മൂന്നാമത്തെ താക്കോല് വേണം അച്ഛനാ. എന്നോട് തർക്കുത്തരം പറയാറായടാ നീ. നീ വന്നേ, ഇവിടെ ഇരുന്നോളാം. ഇന്ന് നീ വീട്ടിൽ കയറണ്ട. മാത്രമല്ല, നിനക്ക് ഞാൻ പച്ചവെള്ളം തരില്ല. അല്ല ഗോപൻ, ഞാൻ മാത്യു സേട്ടാ ഇടപെടരുത്. ഇതിലെ 20. ഓപ്പൺ ദിസ്. ചില ലോക്ക് മേടിച്ചില്ല 3 താക്കോല് കിട്ടും. പക്ഷെ അച്ഛൻ അത് മേടിക്കില്ല. അച്ഛൻ റോഡ് സൈഡിൽ കിട്ടിയത് മേടിക്കുള്ളൂ. പിശുക്കനല്ലേ? എന്നാലും പതിവായി ഇങ്ങനെ താക്കോല് കളയുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. അപ്പൊ ചേച്ചി അച്ഛന്റെ സൈഡല്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു അമ്മയില്ലാത്തൊരു കുട്ടിയല്ലേ? ആ വിചാരം ഇവിടെ ആർക്കും ഇല്ല. ആ വിചാരം ഉള്ളോണ്ടല്ലേ ചേച്ചി നിന്നെ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞത്. ആ, മോൻ അച്ഛനോട് പറ, നമുക്ക് ചേച്ചിയും കൂടി വീട്ടിലോട്ട് കൊണ്ടുപോവാന്ന്. അതെന്തിനാ? ചോദിച്ചു നോക്ക്. ഗുഡ് ഈവനിങ് ആന്റി. ഒരാളെയും വിടുന്നില്ലല്ലോ. നീ എന്താ ഇവിടെ ഇലക്ഷൻ വെക്കാൻ പരിപാടി ഉണ്ടോ? വലുതാവട്ടെ എന്ന് നോക്കാം. എന്നാ പിന്നെ എന്തിനാണ് സ്കൂളിൽ പോയി വെറുതെ എന്റെ കാശ് കളയുന്നത്? ഓഹോ, ബാഗും പുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നല്ലേ? താക്കോല് പെൻസിൽ ബോക്സിന് അകത്ത് വെക്കണം എന്ന് 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കഴുതേ. അതും പോക്കറ്റിലിട്ടുള്ള കളിയും തലകുത്തി മറിച്ചിലും. ഇത് 5ാമത്തെ താക്കോലെ നീ കളയുന്നത്. നാലാമത്തെ എങ്കിൽ 4ാമത്തെ. ഇതൊന്നും അങ്ങാടിയിൽ വെറുതെ കിട്ടുന്നതല്ല. ഓൾവേസ് ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം പല്ലവി, ബട്ട് യു വോണ്ട് സ്റ്റഡി. ഇനി 1 more time you lose the key, I will show you my real face. അച്ഛാ, you are speaking bad English. ബാഡ് ആയാലും ഗുഡ് ആയാലും സംഗതി നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ നിന്നെ പോലെ ഗോവയിലെ നമ്പർ 1 പബ്ലിക് സ്കൂളിലൊന്നുമല്ല പഠിച്ചിട്ടുള്ളത്. കേരളത്തിൽ നാട്ടും പുറത്തെ സാധാരണ ഒരു സർക്കാർ സ്കൂളിലാണ്. കാലടകിയ ബെഞ്ചിൽ മഷിത്തണ്ട് കൊണ്ട് സ്ലേറ്റ് തുടച്ചിട്ട് തറാ പറാന്ന് എഴുതിയാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ ടൈ ഇല്ല, യൂണിഫോം ഇല്ല. ഒരു പെൻസിൽ വേണമെങ്കിലേ അമ്മാവന്മാരുടെ ഇറക്കണം. ആ സങ്കടമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ മുരളിതാക്കി കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ഉയിരിൽ വേദിയിൽ. പുല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം? സോറി അച്ഛാ. ഓക്കേടാ ചക്കരെ. ഇന്ന് അച്ഛന് കുറെ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു ടൂറിസ്റ്റ് പാർട്ടിക്ക് ഫോട്ടോ എടുക്കാൻ പോയി, അങ്ങനെയും കിട്ടി കുറെ. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? അടിച്ച് പൊളിക്കാൻ പോണു, അല്ലാതെ പിന്നെ എന്തോന്ന്. ആദ്യം പുറത്ത് നിന്നൊരു ഉഗ്രൻ ഡിന്നർ. ഓക്കേ, ഇനി എനിക്ക് എന്നും ഇവിടെ മതി അച്ഛാ. ടേസ്റ്റ് ഉഗ്രൻ. ടേസ്റ്റ് ഉഗ്രനായിരിക്കും, പക്ഷേ അച്ഛന്റെ ശമ്പളം അത്ര ഉഗ്രനല്ല. ഇപ്പൊ കിട്ടുന്നതിന് ഡബിൾ കിട്ടിയാലോ? അങ്ങനെ കിട്ടണമെങ്കിലേ അച്ഛന്റെ മുതലാളി ഉണ്ടല്ലോ, വിൽഫ്രഡ് ഡിസൂസ, അയാൾ ഒന്നുകൂടി ജനിക്കണം. ഇതല്ല, ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു പനാജിയിലെ ഒരു വീഡിയോഗ്രാഫറിനെ വേണം.
അങ്ങനെ എത്ര പരസ്യങ്ങൾ കാണുന്നു, അതൊന്നും അച്ഛന് കിട്ടില്ല. ഇത് കിട്ടും. ഇത് അച്ഛന് വേണ്ടി മാത്രമുള്ള എഫിഷ്യന്റ്, യങ്, സ്മാർട്ട്, ഹാൻഡ്സം. അപ്പൊ എനിക്ക് ഉറപ്പാ. അവസാനത്തെ രണ്ട് ഞാൻ ചുമ്മാ കൂട്ടി പറഞ്ഞ. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കിട്ടുകയാണെങ്കിൽ ഇപ്പോഴുള്ള വീട് നമുക്ക് മാറാം. കടലിനെ ഫേസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു കൊച്ചു വീട്. ബാത്റൂമിന് നല്ല ഡോറുള്ള വീട് മതി. ഓക്കെ,